മറ്റു വാർത്തകളിലേക്ക്. കലൂർ സ്റ്റേഡിയം അപകടത്തിൽ അറസ്റ്റിലായ മൃദംഗ വിഷൻ MD നികോഷ് കുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ജാമ്യമില്ലാ കുറ്റങ്ങളാണ് പരിപാടിയുടെ സംഘാടകനായ നികോഷ് കുമാറിനെതിരെ ചുമത്തിയിരിക്കുന്നത്. നൃത്ത പരിപാടിയെ തുടർന്ന് മൈതാനത്ത് കേടുപാടുകൾ ഉണ്ടായോ എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് അധികൃതരും GCDAയും സംയുക്തമായി പരിശോധന നടത്തും. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്ന ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. വിവരങ്ങളുമായി നവമി ദിനേശാണ് ചേരുന്നത്. നവമി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആദ്യം ഈ അന്വേഷണം ഏത് രീതിയിൽ പുരോഗമിക്കും? അശ്വതി, ഇന്നലെ 9 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലുകൾക്കൊടുവിലാണ് മൃദംഗ വിഷൻ ഉടമയായിട്ടുള്ള നികോഷ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്ന് രാവിലെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട, ഈ ഉമാ തോമസിന്റെ വീഴ്ചയുമായി ബന്ധപ്പെട്ട, ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട 2 കേസുകളാണ് പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് ഉമാ തോമസിന്റെ വീഴ്ചയ്ക്കിടയാക്കിയ അശാസ്ത്രീയമായ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം, മറ്റൊന്ന് ഈ കുട്ടികളിൽ നിന്നും പണം പിരിച്ചതിൽ കൂടി വലിയ സാമ്പത്തിക തട്ടിപ്പ് ഇവർ നടത്തി. അങ്ങനെ 2 കേസുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇതിൽ ആദ്യം ഉമാ തോമസിന്റെ വീഴ്ചയുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 1ാം പ്രതിയാണ് നികോഷ് കുമാർ. ഈ അശാസ്ത്രീയമായ സ്റ്റേജ് നിർമ്മിച്ചതിൽ GCDAയുടെ അനുമതി വാങ്ങിയില്ല. പോലീസിന്റെ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സുരക്ഷ ഉറപ്പുവരുത്തുവാനൊന്നും ഇവർ ശ്രമിച്ചില്ല. പകരം ഇങ്ങനെ ഒരു സ്റ്റേജ് നിർമ്മാണം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നടത്തിയത് എന്നതാണ് പോലീസ് ഇന്നലെ വിശദമായിട്ട് ഇവരിൽ നിന്നും ചോദിച്ചറിഞ്ഞത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നരഹത്യ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതോടൊപ്പം കേസിലെ 3ാം പ്രതിയായിട്ടുള്ള ഓസ്കാർ ഇവന്റ്സിന്റെ ഉടമയായിട്ടുള്ള ജിനേഷ് ഇന്നലെ ഹാജരായില്ല. ജിനേഷിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഹാജരാകാൻ കഴിയില്ല എന്നാണ് കോടതി പോലീസിനെ അറിയിച്ചത്. എന്തായാലും അതിലെന്താണ് ഇനി തുടർ നടപടി? ഇനി മറ്റൊരു ദിവസത്തേക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ എന്നതിലൊന്നും പോലീസ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം തന്നിട്ടില്ല. എന്നാലും ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ കേസുമായി നടന്നത്. മറ്റൊന്ന്, ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഇതിനോടകം തന്നെ മൃദംഗ വിഷന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഏത് രീതിയിലുള്ള തട്ടിപ്പാണ് ഇവർ നടത്തിയതെന്ന് പോലീസിന് കുറച്ചുകൂടി തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ രക്ഷിതാവ് നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. ഈ കുട്ടികളിൽ നിന്നും വസ്ത്രത്തിന് പോലും അമിതമായി തുക ഈടാക്കിയെന്ന് കൃത്യമായിട്ടുള്ള തെളിവുകൾ അടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ഇതിന്റെ പാസിനും ഈ കുട്ടികളുടെ അക്കോമഡേഷനും ഫുഡിനും വേണ്ടിയിട്ടൊക്കെ വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തിയെന്ന് കൃത്യമായി തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൃദംഗ വിഷന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ഇവർക്കിതിൽ എത്രത്തോളം ലാഭമുണ്ടായി, ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ, ഇതെല്ലാം പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ തന്നെ നികോഷ് കുമാറിനെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നാം ഇപ്പോൾ പറഞ്ഞ ഈ കേസിൽ ഈ നികോഷ് അടക്കം 3 പേർ മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ടല്ലോ, അല്ലെ? അതെ ശ്രുതി, ഈ പരിപാടിയുടെ സംഘാടകരായിട്ടുള്ള മൃദംഗ വിഷൻ MD നികോഷ് കുമാർ, ഒപ്പം CEO ഷമീർ അബ്ദുൾ റഹീം, C മിനി എന്നിവരാണ് ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി സമർപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. പോലീസ് പ്രധാനമായും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സാമ്പത്തിക തട്ടിപ്പ്, വിശ്വാസവഞ്ചന തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. കുറച്ച് തെളിവുകൾ കൂടി ശേഖരിച്ചാൽ ഇവരുടെ അറസ്റ്റിലേക്ക് വരെ നയിക്കാവുന്ന കുറ്റങ്ങൾ തന്നെയാണ് ഇവർക്കെതിരെ ഉണ്ടായതെന്ന് പ്രഥമ ദൃഷ്ട്യാ അന്വേഷണ സംഘത്തിന് മനസ്സിലാകുകയും ചെയ്തു. അതിനിടയിലാണ് ഇവർ 3 പേരും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നിലപാടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇതിൽ ഉമാ തോമസിന്റെ വീഴ്ചയുമായി ബന്ധപ്പെട്ട കേസിൽ ഇവർ മുൻകൂർ ജാമ്യം കോടതിയെ സമീപിച്ചപ്പോൾ ഇവരോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടിരുന്നു. കാരണം ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നതെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചതിന്റെ ഭാഗമായാണ് ഇരുവരോടും കീഴടങ്ങണമെന്ന് ആവശ്യപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നികോഷ് കുമാർ ഇന്നലെ 2 മണിക്ക് സ്റ്റേഷനിൽ കീഴടങ്ങുകയും ചെയ്തത്. എന്തായാലും സാമ്പത്തിക തട്ടിപ്പിൽ ഇവർ 3 പേരുടെയും ജാമ്യാപേക്ഷ, മുൻകൂർ ജാമ്യം ഇന്ന് കോടതി പരിഗണിക്കും. അതാണ് നവമി. മറ്റൊന്ന് ഈ പരിശോധനയാണ്, കലൂർ സ്റ്റേഡിയത്തിലെ പരിശോധനയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് അധികൃതരും GCDAയും സംയുക്തമായി പരിശോധന നടത്തുമ്പോൾ അതിന്റെ ലക്ഷ്യം എന്താണ്?
അശ്വതി, ഈ സ്റ്റേഡിയം നിർമ്മാണത്തിൽ ഈ സ്റ്റേഡിയം അത് നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ടൗൺ കൂടിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ചതിൽ ഈ 12 ഇത്രയും അധികം കുട്ടികൾ വന്ന് അവിടെ ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും ഇന്ന് അന്വേഷിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ അധികൃതരും ഒപ്പം GCDAയുടെ എഞ്ചിനീയർമാരുമായിരിക്കും ഈ സ്റ്റേഡിയത്തിലെത്തി പരിശോധന നടത്തുന്നത്. ഇവർ പ്രധാനമായും പരിശോധിക്കുക പുൽത്തകിടിയിൽ കാരവാൻ, ഈ ദിവ്യ ഉണ്ണിയുടെ കാരവാൻ പുൽത്തകിടിയിൽ കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ടച്ച് ലൈൻ വരെ നർത്തകിമാരെ നിർത്തുകയും ചെയ്തു. ഇത് ഏതെങ്കിലും തരത്തിലെ ഗ്രൗണ്ടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ, ഇനി ഇവർക്ക് ഫുട്ബോൾ മത്സരം നടത്തുമ്പോൾ അതിൽ കളിക്കാർക്ക് പ്രതികൂലമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും തരത്തിലൂടെ അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായും ഈ ഒരു പരിശോധന ഇന്ന് നടത്തുന്നത്. നവമി ദിനേശാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. റവന്യൂ